നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തെ ചെറുക്കാൻ ചൈനയിൽ നിന്നും കൂടുതൽ ആയുധം വാങ്ങാൻ തീരുമാനിച്ച് ഇറാൻ. ചൈനയും ഇറാനും തമ്മിലുള്ള ആയുധ ഇടപാട് ഉടൻ നടക്കാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ നിലവിൽ അമേരിക്ക അവരുടെ ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് അമേരിക്കയും ഇസ്രായേലും വീണ്ടും ഇറാനെ ആക്രമിക്കുന്നത് പുനരാരംഭിച്ചേക്കും. തുടർച്ചയായ 13 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക ഏകപക്ഷീയമായി ആക്രമണം നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും വീണ്ടും ആക്രമണം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും ആയുധം ഇറക്കുമതി ചെയ്യാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൽ ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങൾക്കും ഡ്രോൺ കേന്ദ്രങ്ങൾക്കുമെല്ലാം വലിയ കേടുപാടുകൾ പറ്റിയിരുന്നു. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഈ കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഇറാൻ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടാനായി തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന മിസൈൽ ലോഞ്ചറുകളാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും ഇറാൻ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്. 60 മുതൽ 70 മില്യൺ ഡോളറിൻ്റെ ഇടപാടുകളാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. QW-12, FN-16 എന്നീ ഉപകരണങ്ങളാണ്. അതായത് തോളിൽ വെച്ച് വിമാനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ കഴിയുന്ന മിസൈൽ ലോഞ്ചറുകളാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും ഇറാൻ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചൈനയിലെ ഉറുംഖിയിൽ നിന്ന് വിമാനമാർഗം പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ചൈനയെ ഇറാനുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ റെയിൽപാത അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബ് വെച്ച് തകർത്തിരുന്നു. ഹോർമൂസ് കടലിടുക്കും അമേരിക്ക ഇപ്പോൾ ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിമാനമാർഗം പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി ഇറാനിൽ എത്തിക്കാനാണ് ഇപ്പോൾ ഇറാനും അതുപോലെ തന്നെ ചൈനയും പദ്ധതിയിടുന്നത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ് എന്നുമാണ് ചൈനയും പാകിസ്ഥാനും പ്രതികരിക്കുന്നത്. ഇറാനുമായി ആയുധ കച്ചവടത്തിനുള്ള താല്പര്യം തങ്ങൾക്കില്ലെന്നും തങ്ങൾ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രമാണെന്നും ചൈന പ്രതികരിച്ചു. ഇറാനിലേക്കുള്ള ആയുധങ്ങൾക്ക് ഒരു കാരണവശാലും പാകിസ്ഥാൻ വ്യോമപാത തുറന്നു കൊടുക്കില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പാകിസ്ഥാനും പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അതീവ രഹസ്യമായി ചൈനയിൽ നിന്നും ഇറാനിലേക്ക് ആയുധങ്ങൾ നീക്കാൻ പദ്ധതിയുണ്ടായിരുന്നെന്നും പിന്നീട് ഈ വിവരം പുറത്തറിയുകയായിരുന്നുവെന്നുമാണ് സൂചന. എന്തായാലും ഇതിൽ വലിയൊരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് പാകിസ്ഥാൻ്റെ പങ്കാളിത്തമാണ്. ചൈനയിൽ നിന്നും നേരിട്ടല്ല ഇറാനിലേക്ക് ആയുധങ്ങൾ പോകുന്നത്, പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടിയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുടെ പെറ്റാണ്. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരി ജനറൽ അസിം മുനീർ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫീൽഡ് മാർഷലാണ്. ഡൊണാൾഡ് ട്രംപും അസിം മുനീറും തമ്മിൽ ഇപ്പോൾ വലിയ ചങ്ങാത്തത്തിലാണ്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ പ്രസിഡന്റിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അമേരിക്കയിലേക്ക് അസിം മുനീർ സന്ദർശനം നടത്തി തിരിച്ചു പോകുന്നത്. ആ രാജ്യം സ്വീകരിക്കേണ്ട എല്ലാ തന്ത്രപരമായ നിലപാടുകളെയും കുറിച്ച് അമേരിക്ക പറയുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയോടല്ല, മറിച്ച് അസിം മുനീർ എന്ന സൈനിക മേധാവിയോടാണ്. ഇത്തരത്തിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ വളരെ അടുത്ത ബന്ധമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അമേരിക്കയെ ചതിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടാൻ പാകിസ്ഥാൻ ഇറാന് സഹായം നൽകുന്നു എന്നതാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ വാർത്ത. അതുകൊണ്ട് തന്നെ അമേരിക്ക പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക പാകിസ്ഥാൻ ബന്ധം ഇതോടുകൂടി ഉലയാനുള്ള സാധ്യതയുമുണ്ട്. പാകിസ്ഥാൻ ഒളിഞ്ഞിരുന്ന് ചതിക്കുകയായിരുന്നു എന്ന ചോദ്യമാണ് അമേരിക്ക ഇപ്പോൾ ചോദിക്കുന്നത്. ഇതിനു മുന്നേയും പാകിസ്ഥാൻ അമേരിക്കയെ ചതിച്ചിട്ടുണ്ട്. അത് ഒസാമ ബിൻ ലാദനെ ഒളിപ്പിച്ച കേസിൽ മാത്രമല്ല. ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ ആയിരുന്നു ട്രംപിൻ്റെ ആവശ്യപ്രകാരം ഇറാനുമായി മീഡിയേഷൻ ചർച്ചകൾ നടത്തിയത്. അതായത് ഇടനില നിന്നുകൊണ്ട് സമാധാന ചർച്ചകൾ നടത്തിയത് പാകിസ്ഥാൻ ആയിരുന്നു. പാകിസ്ഥാൻ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാനുമായി ചർച്ചകൾ നടത്തിയിരുന്നത്.
ചെയ്തത്. അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളിയായി പാകിസ്ഥാൻ അടുത്ത കാലത്ത് മാറിയിരുന്നു. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിലും അമേരിക്കൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ഇറാന്റെ യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാൻ അവരുടെ എയർബേസുകളിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന വാർത്ത പുറത്തു വന്നു. ചിത്രങ്ങളടക്കം വാർത്ത പുറത്തു വന്നപ്പോൾ പെട്ടുപോയത് പാകിസ്ഥാനാണ്. അമേരിക്കയ്ക്കൊപ്പം എന്ന് പരസ്യമായി പറയുകയും രഹസ്യമായി അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്ന പണിയാണ് പാകിസ്ഥാൻ അന്ന് കാണിച്ചത്. അതിൽ ഡൊണാൾഡ് ട്രംപ് ഏറെക്കുറെ അതൃപ്തനായിരുന്നതുമാണ്. അതൊക്കെ മാറി വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് ആദ്യത്തേതിനേക്കാൾ കൂടുതൽ കടുപ്പമുള്ള ചതിയാണ് പാകിസ്ഥാൻ അമേരിക്കയോട് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്തുകൂടി പറക്കുമ്പോൾ ഈ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നാലും തോളിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്ന ആയുധങ്ങളാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി ഇറാനിലേക്ക് എത്താൻ പോകുന്നത് എന്ന വാർത്ത പുറത്തായിരിക്കുന്നത്. എന്തായാലും ഇറാനിലേക്കുള്ള അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നത് തൽക്കാലം അമേരിക്കയും ഇസ്രായേലും നിർത്തിവെച്ചിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആ ആക്രമണം തുടരാം. ഇറാന്റെ ആണവായുധം പിടിച്ചെടുക്കുക മാത്രമാണ് ഇനി തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില സമാധാന ശ്രമങ്ങൾ ഈ അടുത്ത കാലത്ത് അമേരിക്ക നടത്തിയിരുന്നു. ഇറാഖ് പ്രധാനമന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ സമാധാന ശ്രമങ്ങൾ. എന്നാൽ അതിന് ഇറാൻ വഴങ്ങിയില്ല. അമേരിക്കയ്ക്ക് ആയുധങ്ങൾ കൂട്ടുന്നതിനുള്ള ഒരു ഇടവേള മാത്രമാണ് ഈ പറയുന്ന വെടിനിർത്തലെന്നും അതിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഇനി അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ലെന്നും ഇറാൻ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന ചർച്ചയിലും ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഈ വലിയ ചതി പുറത്തറിയുന്നത്.